എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ആഴ്ചത്തെ മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീക്കിലെ മീൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീക്കുകളിലെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ തൈറോയ്ഡ് റിവേഴ്സ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കണ്ടു നോക്കാം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എല്ലാം തുടങ്ങിയത്. ഇന്ന് എന്താണെന്നറിയില്ല, ഒരു മടിയായിരുന്നു. എങ്ങനെ ഇത് തുടങ്ങും, എവിടെ തുടങ്ങും എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ഒക്കെ ഒന്ന് പൊളിച്ച് വെക്കാമെന്ന്. അതിനുശേഷം ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ എല്ലാ ദിവസവും ഉണ്ട്, അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം പൊളിച്ചിട്ട് ഒന്ന് ഫുഡ് പ്രോസസ്സറിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തു. ഇതാകുമ്പം വളരെ ഈസിയാണ്. ഇത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഈ ആഴ്ച. അങ്ങനൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്തും അതുപോലെ സ്ലൈസ് ചെയ്തും മാറ്റിവെച്ചു. ഞാൻ മെനു ഒക്കെ തയ്യാറാക്കിയിരുന്നു, എങ്കിലും എനിക്കെന്തോ ഒരു ചെറിയൊരു മടി, സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഈ ഒരു ഞായറാഴ്ച ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയിരുന്നു, ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. അത് നമുക്കൊന്ന് ക്യൂബുകളാക്കിയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 40 മിനിറ്റ്സാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് തൊലി കളയേണ്ട ആവശ്യമില്ല. തൊലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട്. തൊലി കളഞ്ഞാലും കുഴപ്പമില്ല, തൊലിയിൽ ഫൈബർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ ക്യൂബുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രൈഡേ വൈകിട്ട് തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പിയുടെ ഫുൾ വീക്ക് മെനു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ക്യൂബുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് അവക്കാഡോ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പ്രീ ഹീറ്റാക്കി എടുക്കുന്ന അവനിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ചിക്കനുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പുലാവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തമിഴ്നാട് സ്റ്റൈലുള്ളൊരു ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ആ ഒരു വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഈ ഒരു റൈസ് എത്ര നേരം സോക്ക് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് റൈസ് ഫ്ലഫിയായി കിട്ടും. ആ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു ഫുൾ ചിക്കനും പിന്നെ ചിക്കൻ ബ്രസ്റ്റും ഉണ്ട്. നമ്മുടെ പുതിന നമ്മുടെ ഗാർഡനിലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുകയാണ്. ഇത് മൈൽഡായിട്ടുള്ള ഫ്ലേവറിലുള്ളൊരു പുതിന ലീവ്സാണ്. ഇത് ഞാൻ വില്ലീസിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാണ് തൈ. അതിങ്ങനെ എല്ലാ വർഷവും ആകുമ്പോഴത്തേക്ക് കിളിച്ചു വന്നോളും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പുതിനയില, മല്ലിയില, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 900 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 kg 400 ഗ്രാംസ് ഫുൾ ചിക്കനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്കും നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ബ്രസ്റ്റ് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, പിന്നെ കുറച്ച് കുരുമുളക്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഉപ്പും നാരങ്ങാനീരും. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഗാർലിക് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പകുതി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഈ ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളല്ലാതെ പാനിലിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഫ്രൈ ആയി കിട്ടില്ല. എയർ ഫ്രൈ ചെയ്തെടുത്താൽ ഒന്നുകൂടെ നന്നായിട്ട് കിട്ടും. എയർ ഫ്രൈ ചെയ്യേണ്ട ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കനിൽ പകുതി നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്, ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതങ്ങനെ കുറേ അവിടെ നമ്മൾ അരിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിഷസിലും ചേർക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ 2 ചിക്കനും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. മല്ലിയില പുതിനയില ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഗരം മസാല ബിരിയാണിക്ക് വേണ്ടിയുള്ള ഒന്ന് വറുത്തെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, തക്കോലം, പിന്നെ പെരിഞ്ചീരകം, കുറച്ച് സാജീരകം, മല്ലി, പിന്നെ സ്റ്റോൺ ഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ കൽപ്പാസി, 2 വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. കുറച്ച് ഓയിലും കുറച്ച് നെയ്യും, അതുപോലെ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, തൈര്, തക്കാളി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്.
മല്ലിയില പുതിനയിലും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സൺഡേ ആണ്, ഉച്ചയ്ക്ക് ചോറ് എല്ലാവർക്കും വിളമ്പി ചൂടാക്കുകയാണ്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ചോറും ക്യാബേജ് ക്യാരറ്റ് തോരനും പരിപ്പും ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആവശ്യത്തിന് പ്ലേറ്റിലെടുത്തതിന് ശേഷം മൈക്രോവേവ് ചെയ്തെടുത്തു. 3 കപ്പ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരിയും കൂടി ഇട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ചെറുതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് മിൻസ്ഡ് ബീഫിൻ്റെ ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി മസാല എല്ലാം നമ്മുടെ സാധാരണ ബേസിക് മസാല വഴറ്റിയിട്ട് മിൻസ്ഡ് ബീഫും ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മളൊരു ബീട്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നുണ്ട്. ഒരു 3-4 ബീട്രൂട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ എയർ ഫ്രൈ ചെയ്തു ചിക്കൻ. ആ ബീഫിലേക്ക് കുറച്ച് ചീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടും അതുപോലെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കുറച്ച് പുൾഡ് ടർക്കി ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി ഒക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് ക്യാബേജ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഇങ്ങനെ പുൾഡ് ടർക്കി വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വില്ലീസ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. 2 കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയുടെ ബ്രസ്റ്റാണ്. ഉപ്പൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്താണ്. അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചീര അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു 1.5 കപ്പ് കിൻവ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടിയിട്ട് അരിഞ്ഞതും സവാളയും കൂടെ വഴറ്റിയിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഗ്രേവി ആക്കി എടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് സോയ സോസും 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചില്ലി ചിക്കൻ സ്റ്റൈലിലാണ്, പക്ഷേ ഒരു ഹെൽത്തി വേർഷൻ. ഇനി ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു നൈസായിട്ടുള്ളൊരു കോട്ടിങ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നുകൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രോക്കലി നന്നായിട്ട് കഴുകിയിട്ട് ഫ്ലോററ്റ്സ് ആക്കി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് കിൻവ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ബ്രോക്കലിയും ചിക്കനും കൂടെ നന്നായിട്ട്. ഇനി ബീട്രൂട്ട് സാലഡിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റെഡ് ഒണിയൻ, അതുപോലെ തന്നെ മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് അവക്കാഡോ ഓയിൽ 1 ടീസ്പൂണോളം മതി, ഒരു പകുതി നാരങ്ങ, ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് മെയിനായിട്ട് ഞാൻ ലഞ്ചിൻ്റെ കൂടെ വെക്കാനായിട്ടാണ്. ഇനി രാത്രിക്ക് വേണ്ടിയിട്ടുള്ള സാലഡിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കുപ്പികളിലാക്കി വെച്ചു. ഇനി Monday to Friday ഞങ്ങൾക്ക് 2 പേർക്ക് ആയിട്ടുള്ള ലഞ്ച് സെറ്റ് ചെയ്യാണ്. 3 പാത്രത്തിൽ ബിരിയാണിയുടെ ചോറ് മാത്രം വെച്ചു. ഒരു പാത്രത്തിൽ കിൻവ, ഒരു പാത്രത്തിൽ സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ നമ്മളിതിലേക്ക് ബ്ലാക്ക് ബീൻസും കൂടെ വെച്ചു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, അതുപോലെ പുൾഡ് ടർക്കി ഈ 2 പാത്രത്തിൽ വെച്ചു. ഇനി ആ ബീഫ് സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂടെയും വെച്ചു. ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ബീട്രൂട്ട് സാലഡും കൂടെ വിളമ്പുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പൈസി മായോ വളരെ കുറച്ച് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. എല്ലാം അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ബ്രെഡുകളിൽ നിറച്ചിട്ട് കുറച്ച് മയണീസും അതുപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് ഒണിയനും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നമ്മളിനി ഇത് പ്ലാസ്റ്റിക് റാപ്പിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം സിപ്പ് ലോക്കുകളിലാക്കി സൂക്ഷിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സെർവ് ചെയ്യാനാണ്. ഇനി ഞങ്ങൾക്ക് 3 ദിവസത്തേക്കുള്ള ഓവർനൈറ്റ് ഓട്സ് തയ്യാറാക്കുകയാണ്. 1/2 കപ്പ് ഓട്സ് വീതം 3 പാത്രങ്ങളിലാക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചിയ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒരു 3/4 സ്കൂപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റാസ്ബെറി, അതുപോലെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം വളരെ ഈസി ആയിരുന്നു ഈ പ്രാവശ്യത്തെ മെനു എനിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അധികം സമയമൊന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് തുടങ്ങി വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെനു വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അധികം താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്